ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. എപ്പോഴും നമ്മളെ ഉള്ളിലിരുന്നാണ് എല്ലാവരും കണ്ടിരിക്കണേ അല്ലേ. അപ്പോ ഇന്ന് നമ്മുടെ ചാനലില് ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ രാഘവം ഭജൻസ് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നു. നമ്മുടെ കുഞ്ഞു മക്കള്, കുഞ്ഞു ഗോപികോപന്മാര്, അവര് നയിക്കുന്ന ഒരു ഭജൻ ട്രൂപ്പ് നമുക്കുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ഭജൻ ഗ്രൂപ്പില് മക്കളുടെ പ്രോഗ്രാമാണ്. അപ്പൊ ആ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് വിശാലമായിട്ട് പാടുന്ന ഗോപികോപന്മാരെയും അത് മാത്രല്ല അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റും നമുക്കൊന്ന് നേരിട്ട് കാണാം അല്ലെ. ഹരേ കൃഷ്ണ. എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? ശരി, ഇനി അവരെ കാണാം. നമ്മളിപ്പോ നിൽക്കുന്നത് എളവൂര് ചെത്തിയാട്ടുമന വക അമ്പലത്തിന്റെ മുന്നിലാണ്. ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കൃഷ്ണനാണ്, ഭഗവാനാണ് അല്ലെ. ഭഗവാന്റെ എന്താ പറയാ, ഏറ്റവും ശക്തമായ ഒരു ഭാവമാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ പറയില്ലേ, വിളിച്ചാ പുറത്ത് വരിക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഭാവത്തിലാണ് ഇവിടെ ഭഗവാൻ ഇരിക്കുന്നത്. പക്ഷെ ഈ അമ്പലം വലിയൊരു പുറത്തേക്കുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല. കാരണം ഇത് മനവക അമ്പലമാണ്. ഞങ്ങളുടെ തൊട്ട് മുറ്റത്താണ് ഈ മനയുള്ളത്. അപ്പോൾ വലിയൊരു പുറമേ നിന്നുള്ള ഒരാളുകളൊന്നും വരുന്ന ഒരു അമ്പലമല്ല ഇത്. പക്ഷെ എങ്കിൽ തന്നെയും എന്താ പറയാ, നമ്മള് ഇപ്പൊ ഇങ്ങനെ നമ്മുടെ ഭജനയായാലും നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാംസ് ആയാലും ഒക്കെ നമ്മൾ ഈ മുറ്റത്താണ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. അപ്പൊ ബാക്കിൽ നിൽക്കുന്നതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളം. കേൾക്കാൻ നിങ്ങൾക്ക് ആ ബഹളം അല്ലെ, കുറുമ്പന്മാര് അല്ലെ, ഗോപികോപന്മാരുടെ ആ ഒച്ച നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ പാട്ട് പാടാനുള്ള എക്സൈറ്റ്മെന്റും പിന്നെ ഈ ഒരു അമ്പലത്തിൽ വന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലും ഒക്കെയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി നമുക്ക് അവരിലേക്ക് പോവാം അല്ലെ. അപ്പോൾ എല്ലാവരും നമ്മുടെ രാധവത്തിലെ കുഞ്ഞ് ഗോപികോപന്മാരെ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അവരുടെ പ്രോഗ്രാം ചിറക്കൽ മഹാദേവ ക്ഷേത്രം, പുളിയനം ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ 16-ാം തീയതി വൈകിട്ട് 7 മണിക്ക്. അതിനുശേഷം പാർത്ഥസാരഥിയിൽ 17-ാം തീയതി പാർത്ഥസാരഥിയിലുമാണ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹാശിസുകൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ.